ഹായ്, എല്ലാവർക്കും സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം. മലയാളത്തിൽ നമ്മൾ പറയുന്ന ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു, അവൻ എഴുതിയിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ എഴുതിയിട്ടുണ്ടായിരുന്നു, ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയും? അതാണ് ഈ ക്ലാസ്സുകളിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനെ ഇംഗ്ലീഷിൽ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് എന്നാണ് വിളിക്കുന്നത്. എല്ലാ ക്ലാസ്സിലും പറയുന്നത് പോലെ ഈ പേരൊന്നും പഠിക്കേണ്ട ഒരു കാര്യമില്ല. ഭാഷ പഠിക്കാനായിട്ട് സ്കൂൾ സ്റ്റുഡൻസിനെ ഉദ്ദേശിച്ച് മാത്രമാണ് ഇതൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്. ഇതുണ്ടാക്കുന്ന രീതി, സബ്ജക്റ്റ്, അതിൻ്റെ കൂടെ ഹാഡ് എന്ന വാക്ക് വയ്ക്കും. ഹാഡ് നാം നേരത്തെ കണ്ടിട്ടുണ്ട്, ഉടമസ്ഥതയെ സൂചിപ്പിക്കാൻ. ഐ ഹാഡ് എ കാർ, ഐ ഹാഡ് എ ഹൗസ്. ആ ഹാഡ് അല്ല എന്ന് കരുതിയാൽ മതി. അതിന്റെ കൂടെ വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം, PP ഫോം ഇവിടെ എഴുതിയിരിക്കുന്നത് സ്ഥലമില്ലാത്തത് കൊണ്ടാണ്. പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം തന്നെ പറഞ്ഞ് പഠിക്കണം. അത് നമ്മൾ വയ്ക്കണം. അപ്പോഴാണ് ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു, ഞാൻ പോയിട്ടുണ്ടായിരുന്നു, ഞാൻ വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളത് ഇംഗ്ലീഷിൽ ലഭിക്കുന്നത്. നമ്മൾ 3 വാചകങ്ങൾ കണ്ടു കഴിഞ്ഞു. ഐ ഹാഡ് റിട്ടൺ, ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു. അതിന്റെ ചോദ്യം ഹാഡ് ഐ റിട്ടൺ, ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു. മൂന്നാമത്തേത് നെഗറ്റീവ് വാചകം, ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നില്ല, ഐ ഹാഡ് ഇൻ റിട്ടൺ. ഇന്ന് നാം കാണുന്നത് നാലാമത്തെയും അവസാനത്തെയുമായ വാചകമാണ്. സാധാരണ 4 വാചകങ്ങളാണ് നമ്മൾ എല്ലാത്തിലും കാണാറുള്ളത്. ഇന്ന് നെഗറ്റീവ് എളുപ്പമാണ്. ഹാഡിന്റെ കൊണ്ടൊന്ന് മുന്നിലിട്ടാൽ മതി. അങ്ങനെയാണ് ഇംഗ്ലീഷിൽ ചോദ്യം ഉണ്ടാക്കുന്നത്. അപ്പോൾ ചോദ്യമായി എഴുതുമ്പോൾ ക്വസ്റ്റ്യൻ മാർക്ക് കൂടി ഇടുക. ഹാഡിൻഡ് ഐ റിട്ടൺ, ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നില്ലേ. ഹാഡിൻഡ് ഐ കം, ഞാൻ വന്നിട്ടുണ്ടായിരുന്നില്ലേ. ഹാഡിൻഡ് ഐ ടോൾഡ്, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. ഹാഡിൻ ഹി കം, അവൻ വന്നിട്ടുണ്ടായിരുന്നില്ലേ. ഹാഡിൻ ഹി സങ്, അവൻ പാടിയിട്ടുണ്ടായിരുന്നില്ലേ. ഹാഡിൻ ഹി സീൻ, അവൻ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ. എല്ലാറ്റിനും പ്ലൂറലിനും സിംഗുലറിനും ഒരേ കാര്യം തന്നെയാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് എളുപ്പമാണ്, വേറെ പഠിക്കേണ്ട കാര്യമില്ല. നമുക്ക് തുടങ്ങാം. ഹാഡിൻഡ് ഐ റിട്ടൺ, ഹാഡിൻഡ് ഐ റിട്ടൺ, ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നില്ലേ ചോദ്യമാണ്. ഹാഡിൻഡ് ഐ ഹേർഡ്, ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നില്ലേ. ഹാഡിൻഡ് ഐ ഗോൺ ദേർ, ഞാൻ അവിടെ പോയിട്ടുണ്ടായിരുന്നില്ലേ. ഹാഡിൻഡ് ഐ കം ടു ഹെൽപ്പ് ഹിം, ഇവിടെ ഹിം എന്ന് വെച്ചാലേ അർത്ഥം ഉണ്ടാവുകയുള്ളൂ. ഹാഡിൻഡ് ഐ കം ടു ഹെൽപ്പ് ഹിം, ഹാഡിൻഡ് ഐ കം ടു ഹെൽപ്പ് ഹിം, ഞാൻ അവനെ സഹായിക്കുവാൻ വന്നിട്ടുണ്ടായിരുന്നില്ലേ. അവനെ സഹായിക്കുവാൻ ഞാൻ വന്നിട്ടുണ്ടായിരുന്നില്ലേ. ഹാഡിൻഡ് ഐ സീൻ, ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ. ഹാഡിൻഡ് ഐ തോട്ട്, ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ലേ. നമുക്ക് യുയിലേക്ക് ചാടാം. ഹാഡിൻഡ് യു റിട്ടൺ, ഹാഡിൻഡ് യു റിട്ടൺ, നീ എഴുതിയിട്ടുണ്ടായിരുന്നില്ലേ. ഹാഡിൻഡ് യു ഹേർഡ്, നീ കേട്ടിട്ടുണ്ടായിരുന്നില്ലേ. ഹാഡിൻഡ് യു ഗോൺ ദേർ, നീ അവിടെ പോയിട്ടുണ്ടായിരുന്നില്ലേ. ഹാഡിൻഡ് യു കം ടു ഹെൽപ്പ് മീ, ഹാഡിൻഡ് യു കം ടു ഹെൽപ്പ് മീ, നീ എന്നെ സഹായിക്കുവാൻ വന്നിട്ടുണ്ടായിരുന്നില്ലേ. ഹാഡിൻഡ് യു സീൻ, നീ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ. ഹാഡിൻഡ് യു തോട്ട്, നീ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ലേ. അടുത്തത് ഹി, സിംഗുലർ ആണ്. ഇത് തന്നെയാണ് ഉപയോഗിക്കുക സിംഗുലറിന് ഇവിടെ. ഹാഡിൻ ഹി റിട്ടൺ, അവൻ എഴുതിയിട്ടുണ്ടായിരുന്നില്ലേ. ഹാഡിൻ ഹി ഹേർഡ്, അവൻ കേട്ടിട്ടുണ്ടായിരുന്നില്ലേ. ഹാഡിൻ ഹി ഗോൺ ദേർ, അവൻ അവിടെ പോയിട്ടുണ്ടായിരുന്നില്ലേ. ഹാഡിൻ ഹി കം ടു ഹെൽപ്പ് മീ, ഹാഡിൻ ഹി കം ടു ഹെൽപ്പ് മീ, അവൻ എന്നെ സഹായിക്കുവാൻ വന്നിട്ടുണ്ടായിരുന്നില്ലേ. ഹാഡിൻ ഹി സീൻ, അവൻ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ. ഹാഡിൻ ഹി തോട്ട്, അവൻ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ലേ. അടുത്തത് ഷീ, സിംഗുലർ ആണ്. ഇതേപോലെ തന്നെ ഉപയോഗിക്കുക. ഹാഡിൻ ഷീ റിട്ടൺ, ഹാഡിൻ ഷീ റിട്ടൺ, അവൾ എഴുതിയിട്ടുണ്ടായിരുന്നില്ലേ. ഹാഡിൻ ഷീ ഹേർഡ്, അവൾ കേട്ടിട്ടുണ്ടായിരുന്നില്ലേ. ഹാഡിൻ ഷീ ഗോൺ ദേർ, അവൾ അവിടെ പോയിട്ടുണ്ടായിരുന്നില്ലേ. ഹാഡിൻ ഷീ കം ടു ഹെൽപ്പ് മീ, ഹാഡിൻ ഷീ കം ടു ഹെൽപ്പ് മീ, അവൾ എന്നെ സഹായിക്കുവാൻ വന്നിട്ടുണ്ടായിരുന്നില്ലേ. ഹാഡിൻ ഷീ സീൻ, അവൾ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ. ഹാഡിൻ ഷീ തോട്ട്, അവൾ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ലേ. അടുത്തത് ദേ, അവർ അല്ലെങ്കിൽ ഇവർ. പ്ലൂറൽ ആണിത്. പ്ലൂറലിലും ഇത് തന്നെയാണ് ഉപയോഗിക്കുക. ഹാഡിൻ ദേ റിട്ടൺ, ഹാഡിൻ ദേ റിട്ടൺ, ഹാഡിൻ ദേ റിട്ടൺ, അവർ എഴുതിയിട്ടുണ്ടായിരുന്നില്ലേ. ഹാഡിൻ ദേ ഹേർഡ്, അവർ കേട്ടിട്ടുണ്ടായിരുന്നില്ലേ. ഹാഡിൻ ദേ ഗോൺ ദേർ, അവർ അവിടെ പോയിട്ടുണ്ടായിരുന്നില്ലേ. ഹാഡിൻ ദേ കം ടു ഹെൽപ്പ് മീ, ഹാഡിൻ ദേ കം ടു ഹെൽപ്പ് മീ, അവർ എന്നെ സഹായിക്കുവാൻ വന്നിട്ടുണ്ടായിരുന്നില്ലേ, അല്ലെങ്കിൽ എന്നെ സഹായിക്കുവാൻ അവർ വന്നിട്ടുണ്ടായിരുന്നില്ലേ. ഹാഡിൻ ദേ സീൻ, അവർ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ.
ഹാഡിൻ ദേ ടോൾഡ് അവർ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ലേ. ഈ രീതിയിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് ചെയ്യാതെ ഇതൊന്നും പഠിക്കാൻ പോകുന്നില്ല. ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രാക്ടീസാണ്. ഓരോ വാചകവും 10 പ്രാവശ്യമെങ്കിലും ആവർത്തിക്കണം. അരമണിക്കൂറെങ്കിലും ഇന്ന് കണ്ട കാര്യം പ്രാക്ടീസ് ചെയ്യുക. എപ്പോഴും ശ്രദ്ധിക്കണം, ഇതെല്ലാം പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമാണ്. അതേ ഉപയോഗിക്കൂ, ഇവിടെ അതേ ഉപയോഗിക്കാവൂ. അതുപോലെ മറ്റു വേർബ്സ് ക്രിയകൾ ഉപയോഗിച്ചും പ്രാക്ടീസ് ചെയ്യുക. അർത്ഥമില്ലാത്ത വാചകമെന്ന് തോന്നുകയാണെങ്കിൽ അത് വിട്ടേക്കണം. ഇതുപോലെ വാക്കുകളൊക്കെ കൂട്ടിച്ചേർത്ത് ഇടയ്ക്ക് പ്രാക്ടീസ് ചെയ്യുന്നത് നല്ലതാണ്. ഈ ഭാഷയുടെ ഒഴുക്ക് കിട്ടണമെങ്കിൽ പ്രാക്ടീസ് ചെയ്യണം. നമ്മൾ 4 വാചകങ്ങളെ കണ്ടു കഴിഞ്ഞു. ഐ ഹാഡ് റിട്ടൺ, ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഞാൻ എഴുതിയിരുന്നു, അങ്ങനെയും പറയാം. ഇവിടെ എല്ലാം അതുപോലെ പറയാൻ കഴിയും. ചോദ്യം ഹാഡ് ഐ റിട്ടൺ, നെഗറ്റീവ് ഐ ഹാഡ് ഇൻ റിട്ടൺ, നെഗറ്റീവ് ക്വസ്റ്റ്യൻ ഹാഡ് ഇൻ ഐ റിട്ടൺ. ഓക്കെ, ഇനി വെർബിന്റെ ലിസ്റ്റ് ഉണ്ട്. എല്ലാ ദിവസവും കുറച്ച് വെർബ്സ് പഠിക്കുക. ഈ 4 ഫോംസ് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്, അത് മറക്കരുത്. അതോടൊപ്പം പുതിയ വാക്കുകളും ഇംഗ്ലീഷിൽ പഠിക്കാൻ ശ്രമിക്കുക. വീഡിയോ കോൾ ചെയ്തൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ എളുപ്പമാണ്. പ്രാക്ടീസ് ചെയ്യണം, അല്ലെങ്കിൽ ഈ ഒഴുക്കൊന്നും കിട്ടുന്നില്ല. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. നമ്മൾ വെർബുകളാണ് കാണുന്നത്. വെർബ്സ് എന്ന് പറയുന്നത് ക്രിയകൾ അല്ലെ, വരിക, പോവുക എന്നൊക്കെ പറയുന്നതാണ് വെർബ് അല്ലെ ക്രിയകള്. അപ്പൊ വെർബിന് അല്ലെ ക്രിയക്ക് ധാരാളം രൂപങ്ങളുണ്ട്. ഉദാഹരണമായിട്ട് മലയാളത്തിൽ എഴുതുക എന്ന ക്രിയ അല്ലെങ്കിൽ വെർബ് എടുക്കുക, അങ്ങനെ ഒത്തിരി രൂപങ്ങൾ. എഴുതുക, എഴുതും, എഴുതുകയാണ്, എഴുതിയിട്ടുണ്ടായിരുന്നു, എഴുതുവാൻ, എഴുതുമായിരുന്നു, എഴുതണമായിരുന്നു, അങ്ങനെയൊക്കെ ധാരാളം രൂപങ്ങൾ മലയാളത്തിലുണ്ട്. അതുപോലെ ഇംഗ്ലീഷിലുണ്ട് ധാരാളം ഫോംസ്, രൂപങ്ങളുണ്ട്. അതിൽ 4 എണ്ണമാണ് ഇംഗ്ലീഷിലെ ഏറ്റവും പ്രധാനപ്പെട്ട രൂപങ്ങൾ. അതേതൊക്കെയാണ്? ഫോം എന്ന് വെച്ചാൽ രൂപം. ബേസ് ഫോം, പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. ഈ 4 രൂപങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം ഇംഗ്ലീഷില് എല്ലാ ടെൻസ് എന്ന് പറയുന്നത് അത് മറ്റൊക്കെ ഉണ്ടാക്കുന്നത് ഈ 4 എണ്ണത്തില് ഏതെങ്കിലുമൊക്കെ ഉപയോഗിച്ചാണ് ടെൻസും മറ്റും ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ 4 എണ്ണം അറിഞ്ഞിരിക്കണം, എങ്കിലേ ഇംഗ്ലീഷ് സംസാരിക്കാനും എഴുതാനൊക്കെ സാധിക്കുകയുള്ളൂ. അപ്പൊ നമ്മൾ ഉദാഹരണമായിട്ട് ബേസ് ഫോം അല്ലെ, ഉദാഹരണമായിട്ട് റൈറ്റ് എന്ന വെർബ് എടുക്കുന്നു. അതിന്റെ അർത്ഥം എന്താണ്? എഴുതുക. പ്രസന്റ് ഫോമില് റൈറ്റ് ഉണ്ട്, റൈറ്റ്സും ഉണ്ട്. ഇത് പ്ലൂറലാണ്, ഇത് സിംഗുലർ ആണ്. ഇതിന്റെ അർത്ഥം എന്താണ്? എഴുതാറുണ്ട് അല്ലെങ്കിൽ എഴുതുന്നു. ഇത് രണ്ടുപേരും അർത്ഥം മലയാളത്തില്. പല കുട്ടികളും പ്രസന്റ് ഫോമില് ചോദിക്കുമ്പോൾ അവര് എഴുതുക എന്ന് പറയും. അത് തെറ്റാണ്. ഈ പ്രസന്റ് ഫോമില് റൈറ്റിന്റെ അർത്ഥം എഴുതാറുണ്ട് എന്നുള്ളതാണ്. എഴുതുക എന്നുള്ളത് ബേസ് ഫോമാ. ഇത് ഒത്തിരി പേര് തെറ്റായിട്ട് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. പാസ്റ്റ് ഫോമില് അതിന്റെ അർത്ഥം എന്താണ്? വാക്ക് എന്താണ്? റോട്ട്. അതിന്റെ അർത്ഥം എഴുതി എന്നുള്ളതാണ്. പിന്നെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഉണ്ട്, അതിന്റെ റൈറ്റിൻ്റെത് റിട്ടൺ എന്നുള്ളതാണ് ആ ഫോം. അതിന് പല അർത്ഥങ്ങളുണ്ട്, മാറി മാറി വരും. പിന്നെ ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കുക, ഈ ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും, ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഇംഗ്ലീഷ് ഭാഷയിലെ വെർബുകൾക്ക് ഒരെണ്ണത്തിനൊഴികെ, ബി എന്ന വെർബിനൊഴികെ ബാക്കി എല്ലാ വെർബുകൾക്കും ഒരേപോലെയാണ്. സ്പെല്ലിങ്ങും ഉച്ചാരണമൊക്കെ ഒരേപോലെ തന്നെയാണ്. ഏത്? ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും. അർത്ഥം വ്യത്യാസമുണ്ട്. ബേസ് ഫോമിൽ എഴുതുക എന്നുള്ളതാണ് റൈറ്റ് എന്ന് പറയുമ്പോൾ, പ്രസന്റ് ഫോമിൽ റൈറ്റ് എന്ന് പറയുമ്പോൾ എഴുതാറുണ്ട് എന്നുള്ളതാണ്. ഇംഗ്ലീഷ് ഭാഷയിൽ 1,70,70,000-ലധികം വെർബുകൾ, ക്രിയകളുണ്ട്. അപ്പൊ അതില് ഈ വെർബ് ഒഴിച്ച്, ബി എന്നൊരു വെർബ് ഉണ്ട് ഇംഗ്ലീഷില്, അത് ഒഴിച്ച് ബാക്കി എല്ലാ വെർബുകളുടെയും ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഒരേപോലെ, ഒരേ സ്പെല്ലിംഗ്, ഒരേ ഉച്ചാരണം. ഓക്കെ, അതുകൊണ്ട് നമ്മൾ ഇത് പ്രത്യേകിച്ച് പഠിക്കില്ല. നമ്മൾ ഇത് 3 പഠിക്കുന്നത്. അത് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ. കം, കെയിം, കം, ഗോ, വെൻ, ഗോൺ, അത് തന്നെ സാധനം. പിന്നെ നേരത്തെ ഒരു കാര്യവും കൂടി, ഇംഗ്ലീഷിൽ നേരത്തെ പറഞ്ഞു 1,70,70,000 വെർബ്സ് ഉണ്ട്. അതിൽ ഭൂരിഭാഗം വെർബുകളുടെയും ഈ പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് ഈ പ്രസന്റ് ഫോമിന്റെ കൂടെ ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് കൂട്ടിച്ചേർത്താണ്. ഒരിക്കൽ കൂടി പറയട്ടെ, ഇംഗ്ലീഷ് ഭാഷയിലെ ഒട്ടുമിക്ക വെർബുകളുടെയും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് പ്രസന്റ് ഫോമിന്റെ ഈ പ്ലൂറലിനോടുകൂടെ കൂട്ടിച്ചേർത്താണ്. അല്ലാതെ കുറെ വെർബ്സ് ഉണ്ട്,
അപ്പൊ പക്ഷെ അതാണ് നമുക്ക് ഒത്തിരി ഉപയോഗിക്കുന്നത്. അതിലൊരു ഒരെണ്ണമാണ് ഇത്, റൈറ്റ്, റോട്ട്, റിട്ടൺ. ഇത് മൂന്ന് രീതിയാണ്. റൈറ്റ്, ഇത് വേറെ രീതി, റോട്ട്, ഇത് റിട്ടൺ. ഓക്കെ, അപ്പൊ നമ്മളിത് മൂന്നും പഠിക്കുള്ളൂ. നേരത്തെ പറഞ്ഞതുപോലെ ഇത് പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമില്ല, ബേസ് അർത്ഥം അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, ഇപ്പൊ കമ്മിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ വരിക. ബേസ് ഫോമിൽ കം എന്ന് പറഞ്ഞാൽ വരിക എന്നായിരിക്കും. പ്രസന്റ് ഫോമില് വരാറുണ്ട് എന്നായിരിക്കും അർത്ഥം. ഉച്ചാരണവും സ്പെല്ലിങ്ങും ഒന്ന് തന്നെ ആയിരിക്കും. അപ്പൊ നമ്മളിത് മൂന്ന് സ്കൂളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് ശരിയായിട്ടൊന്ന് മനസ്സിലാക്കണമെന്നേ ഉള്ളൂ. നമ്മളൊരു 16 ലിസ്റ്റ് വെർബുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെർബ്സ് ആണ്. ഇടിയും ചേർത്തതും ഉണ്ട്, പിന്നെ ഈ പ്രത്യേകതയുള്ള വെർബ്സും ഉണ്ട്. അത് നമ്മൾ പഠിക്കണം. വെർബുകളുടെ ലിസ്റ്റില് 8ാമത്തെ ലിസ്റ്റാണ് നമ്മൾ ഇന്ന് കാണുന്നത്. വെർബുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട 4 രൂപങ്ങളാണ് ബേസ് ഫോം, പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. അപ്പൊ ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മൾ ബേസ് ഫോം പ്രത്യേകിച്ച് പഠിക്കില്ല. നമ്മൾ പ്രസന്റ് ഫോമും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമുമാണ് പഠിക്കേണ്ടത്. ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും നമ്മൾ കണ്ടിട്ടുള്ളത് പോലെ ഒരേപോലെയാണ്. സ്പെല്ലിങ്ങും ഉച്ചാരണവും ഒരുപോലെയാണ്, പക്ഷെ അർത്ഥം വ്യത്യാസമുണ്ട്. അത് നമ്മൾ ശ്രദ്ധിക്കുക. പിന്നെ പ്രസന്റ് ഫോമില് സിംഗുലറും ഉണ്ട്, പ്ലൂറലും ഉണ്ട്. അവിടെ അർത്ഥവും നമ്മൾ പഠിക്കണം. അത് നമുക്ക് തുടങ്ങാം. സെൽ, സോൾഡ്, സോൾഡ്. ടെൽ, ടോൾഡ്, ടോൾഡ്. ഹോൾഡ്, ഹെൽഡ്, ഹെൽഡ്. ഈ വെർബുകളുടെ പ്രത്യേകത എന്താണ്? ഇവ പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഡി എന്നോ ഇ ഡി എന്നോ ചേർത്തല്ല ഉണ്ടാക്കുന്നത്, വേറെ രീതിയിലാണ്. അപ്പൊ അത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇനിയുള്ള വെർബുകളൊക്കെ പ്രസന്റ് ഫോം പ്ലൂറലിന്റെ കൂടെ ഡി എന്നോ ഇ ഡി എന്നോ കൂട്ടിച്ചേർത്താണ് പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത്. നമുക്കവ കാണാം. വിഷ്, വിഷ്ഡ്, വിഷ്ഡ്. വിസിറ്റ്, വിസിറ്റഡ്, വിസിറ്റഡ്. വെയിറ്റ്, വെയിറ്റഡ്, വെയിറ്റഡ്. Wonder, wondered, wondered. Wash, washed, washed. Tease, teased, teased. Strengthen, strengthened, strengthened. Supply, supplied, supplied. Surprise, surprised, surprised. Welcome, welcomed, welcomed. Return, returned, returned. Succeed, succeeded, succeeded. Search, searched, searched. Slapped, slapped, slapped. Shocked, shocked, shocked. Suggest, suggested, suggested. Taste, tasted, tasted. Trouble, trouble, trouble. Terrify, terrified, terrified. Wink, winked, winked. Wipe, wiped, wiped. Trap, trapped, trapped. Want, wanted, wanted. Warn, warned, warned. Vanish, vanished, vanished. Whisper, whispered, whispered. ഇംഗ്ലീഷ് ഭാഷയിൽ ഉപയോഗിക്കുന്ന വെർബുകൾ, ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെർബുകളുടെ ലിസ്റ്റിൽപ്പെട്ടതാണ് ഈ വെർബുകളെല്ലാം. അപ്പൊ ഇവയുടെ ഉച്ചാരണവും അർത്ഥവും പഠിക്കണം. ചിലതിലൊക്കെ വ്യത്യാസങ്ങൾ കാണാം. സിംഗുലർ ആകുമ്പോൾ സ്പെല്ലിങ്ങിലൊക്കെ കുറച്ച് വ്യത്യാസങ്ങൾ ചില വെർബുകളിലൊക്കെ കാണാൻ പറ്റും. അതൊക്കെ പ്രത്യേകം നോട്ട് ചെയ്യുക. ഓക്കെ.